പാലക്കാട് MLA എന്ന നിലയിൽ നടപ്പാക്കുന്ന സ്മൈൽ ഭവന പദ്ധതിയുടെ ഭാഗമായി ഇന്റൽ മണിയുമായി ചേർന്ന് നിർമ്മിക്കുന്ന 7ാമത് വീടിന്റെ തറക്കല്ലിടൽ ചലച്ചിത്ര സംവിധായകൻ ശ്രീ ജോഫിൻ ഡി ചാക്കോയും ഇന്റൽ മണി ചെയർമാൻ ശ്രീ മോഹനൻ ഗോപാലകൃഷ്ണനും ചേർന്ന് നടത്തി. കണ്ണാടി പഞ്ചായത്തിലെ ശ്രീമതി അംബുജത്തിനാണ് സ്വപ്ന ഭവനം ഒരുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വീഡിയോ കൂടി അതിന്റെ കൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഒരു 4 ദിവസം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്കിലൂടെ ഇത്തരത്തിൽ മറ്റൊരു വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുന്നതിന്റെ വീഡിയോ പങ്കുവച്ചത്. അന്ന് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അന്ന് സിനിമ നടനായിട്ടുള്ള സൈജു കുറുപ്പായിരുന്നു ആ ചടങ്ങിലെ മുഖ്യ അതിഥി. ഇതിപ്പോ 7ാമത്തെ വീടിന് തറക്കല്ലിടിക്കുന്നത് ജോഫിൻ ഡി ചോക്കോയാണ്. അപ്പോ പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കുതിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം രാഷ്ട്രീയമായ കരുനീക്കങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നതോടൊപ്പം തന്നെ പാലക്കാട്ടെ MLA എന്ന രീതിയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന MLAയുടെ ആസ്തി വികസന ഫണ്ടോ ബാക്കിയുള്ള കാര്യങ്ങളോ പൊതു റോഡുകളോ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു കുടുംബത്തിന്റെ എല്ലാ കാലത്തെയും എക്കാലത്തെയും സ്വപ്നമാകുന്ന ഒരു വീട്, ആ വീടെന്ന സ്വപ്നത്തിലേക്ക് പല കുടുംബങ്ങളെയും നടന്നു കയറി ചെല്ലുവാനുള്ള ഒരു കാരണക്കാരനാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എനിക്ക് തോന്നുന്നു ഈ ഒരു തിരിച്ചുവരവിന് ശേഷം രാഹുൽ ഒരു ഡബിൾ എക്സ്ട്രാ സ്ട്രോങ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം രാഹുൽ എക്സ്ട്രാ സ്ട്രോങ് ആവാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അവിടെ രാഹുലിനെ വേട്ടയാടാൻ മുന്നിൽ നിന്നവർക്ക് ഒരു എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഇൻട്രസ്റ്റ് കണക്കിലെടുക്കുമ്പോൾ രാഹുൽ ഡബിൾ സ്ട്രോങ് ആവേണ്ടത് രാഹുലിനെ തന്നെ ആവശ്യമാണ്. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രവർത്തനങ്ങള് യാതൊരുവിധ മുടക്കവും വരുത്താതെ നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ പറയുന്ന സ്മൈൽ ഭവന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ഓഗസ്റ്റ് 17-നോ 16-നോ ആണ്. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 16-നാണെന്ന് തോന്നുന്നു. ആ ഓഗസ്റ്റ് ഏതാണെങ്കിലും ഓഗസ്റ്റ് 16-ന് ഈ സ്മൈൽ ഭവന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. അന്ന് ആസിഫ് അലി വന്നുകൊണ്ട് ഈ പ്രവർത്തന പരിപാടികൾക്ക് ആദ്യ വീടിന്റെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിക്കുന്നു. അന്നത്തെ പ്രവർത്തനം ആരംഭിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 20-നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണങ്ങൾ ഉണ്ടാവുന്നത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, രാഹുലിനെ തകർക്കാൻ വേണ്ടി മാത്രം പടച്ചുവിട്ട ആരോപണങ്ങൾ. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും പലരും ഇതിന്റെ ഭാഗമായപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ തളർത്താൻ വേണ്ടി മാത്രമായിരുന്നു ആ ആരോപണങ്ങളുടെ മുനകൾ എല്ലാം ഉണ്ടായിരുന്നത്. ഒരൊറ്റ ലക്ഷ്യം രാഹുലിനെ വീഴ്ത്തണമെന്ന് മാത്രമായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് രാഹുൽ മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. തിരിച്ചെത്തിയ രാഹുൽ അന്ന് ഓഗസ്റ്റ് 16-ന് തുടക്കം കുറിച്ചത് ഒന്നാണെങ്കിൽ അദ്ദേഹം അന്ന് പറയുകയുണ്ടായി 20 വീടുകളാണ് ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ആരംഭിക്കാൻ പോകുന്നത് എന്ന്. ഇന്നത് 7-ലേക്ക് എത്തി നിൽക്കുന്നു. മണ്ഡലത്തിൽ മാറി നിന്നത് 1 മാസത്തോളം കാലം. നിങ്ങൾ ഓഗസ്റ്റ് 20 മുതൽ ഇങ്ങോട്ടൊന്ന് കണക്ക് കൂട്ടി നോക്കുക. സെപ്റ്റംബർ, ഒക്ടോബർ, ഇത് ഒക്ടോബർ തീരാറായി. ഓക്കെ, 2 മാസം കഴിയുന്നു. അതിൽ 1 മാസത്തിലേറെ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ ഉണ്ടായില്ല. എന്നിട്ടും ഇപ്പൊ 7 വീടുകളിലേക്ക്, അതിന്റെ പ്രാരംഭ ഘട്ടങ്ങളിലേക്ക്, അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. വളരെ വളരെ അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങൾ. രാഹുൽ തന്നെ 2026-ൽ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാവുക മാത്രമല്ല വിജയിച്ചു കയറും. ഒരു തർക്കവും ഒരാൾക്കും വേണ്ട കേട്ടോ. ഇനി അടുത്ത ഒന്ന് വരാനുണ്ട്, ഇതിലും വലുത്. പാലക്കാടിന്റെ രാഷ്ട്രീയ ഭൂപടം മറിയുകയാണ്, അല്ല മാറ്റിമറിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എല്ലാ അർത്ഥത്തിലും BJP-യിൽ തമ്മിലടി തുടങ്ങിയിരിക്കുന്നു. BJP-യുടെ അസ്ഥിവാരം രാഹുൽ തോണ്ടിയിരിക്കുന്നു. അടിവേര് പിഴുതെറുത്തിരിക്കുന്നു. BJP അടി തുടങ്ങിയിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് സഖാക്കളും അടി തുടങ്ങാനുള്ള എല്ലാവിധ പണികളും രാഹുൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ രാഹുലിനെ തടയും. ഞങ്ങൾ രാഹുലിനെ കാല് കുത്തിക്കാൻ അനുവദിക്കില്ല. ഒന്ന് പോടോ, ചെലക്കാണ്ടങ്ങടെ മാറി നിൽക്ക്. ഇത്രേ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോ, 2026-ലും പാലക്കാട് രാഹുലിൻ്റെത് തന്നെ. ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. രാഹുൽ തന്നെ മത്സരിക്കും പാലക്കാട്ട്. ആ കാര്യത്തിലും തർക്കമില്ല. കോൺഗ്രസ് മത്സരിപ്പിക്കും.
അയാൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതികളൊക്കെ അടിസ്ഥാനരഹിതമായ പരാതികളാണ് എന്ന് കേരളത്തിന്റെ പോലീസ് സാക്ഷ്യപ്പെടുത്തും. സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കാൻ ഇറങ്ങിയ ഈ കൂട്ടം ജനങ്ങൾ, ആ ഒരു പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ ജനങ്ങൾക്ക് മുന്നിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറയും ഇതൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്, ഒന്നിനും തെളിവില്ല, പരാതിക്കാരില്ല, കേസില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് തന്നെ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ തള്ളിക്കൊണ്ട് രംഗത്തേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ കോൺഗ്രസും അതിന് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ കോൺഗ്രസോ രാഹുലോ ഇതിനെ പ്രതിരോധിക്കുവാനോ അല്ലെങ്കിൽ അത് എന്റേതല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വകവെച്ചു കൊടുക്കാൻ ഈ പറയുന്ന CPM തയ്യാറാവോ, സഖാക്കൾ തയ്യാറാവോ? അത് മാത്രമല്ല, നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ എന്തായിരിക്കും വാർത്ത? ഈ പറയുന്ന കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടവും ചേർന്ന് ഇതിനെയൊക്കെ ന്യായീകരിക്കുകയാണ് എന്നാണ് പറയുക. അപ്പോ പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറയാണ് യാതൊരുവിധ കഴമ്പുമില്ല, ഇതൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് എന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്ന് ഈ കേസ്, പിന്നെ ആരുടെ മുന്നിലും ബോധ്യപ്പെടുത്താനോ ബോധിപ്പിക്കുവാനോ പ്രതിരോധിക്കുവാനോ ഒന്നും സമയം കളയേണ്ട ഒരവസ്ഥ രാഹുലിനും ഉണ്ടാവില്ല, കോൺഗ്രസിലും ഉണ്ടാവില്ല. അതിനു വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. എന്താണെങ്കിലും 2026 പാലക്കാട് രാഹുലിനുള്ളതാണ്. രാഹുൽ തന്നെ മത്സരിക്കുമെന്ന് മാത്രമല്ല, രാഹുൽ വിജയിച്ചു കയറും. അവിടെ ഇനി ആരൊക്കെ മത്സരിപ്പിച്ചാലും BJPയും CJPയും CPMും ഒക്കെ ആരെയൊക്കെ മത്സരിപ്പിച്ചാലും, ആരെയൊക്കെ എത്ര വലിയ മുന്നണി ഉണ്ടാക്കിയാലും, CJP കൂട്ടുകെട്ട് ഇനി ഒരൊറ്റ സ്ഥാനാർത്ഥിയെ മാത്രം നിർത്തിക്കൊണ്ട് ഒരു മുന്നണിയായി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാലും രാഹുലിനെ നിങ്ങൾക്ക് വീഴ്ത്താൻ കഴിയില്ല പാലക്കാട്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു തർക്കവും വേണ്ട. കാരണം അയാളുടെ പ്രവർത്തനങ്ങൾ അത് പാലക്കാട്ടെ സാധാരണ ജനങ്ങളിലേക്ക്, പാലക്കാട് വോട്ടർമാരിലേക്ക്, പാലക്കാട്ടുകാരിലേക്ക് എത്തുന്നുണ്ട്. കറക്റ്റായിട്ട്, എല്ലാം കണ്ണിങ് ആയിട്ട്, വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നീക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് പറയുന്ന പരിപാടിയില്ലേ, അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെയും ഇതേക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു, നമ്മളെല്ലാവരും കണ്ടതുമാണ്. രാഹുല് കാരണം BJPക്കാർ തമ്മിലടിക്കുക, സംഘികൾ തമ്മിലടിക്കുക, സംഘപരിവാറുകാരെ കത്തിക്കുത്ത് നടത്തുകയാണ്. മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് BJPയെ കൊണ്ടു ചെന്നെത്തിക്കാൻ രാഹുലിന്റെ ചില നീക്കങ്ങൾ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ പാലക്കാടിന്റെ മണ്ണിൽ യാതൊരുവിധ സംശയവും വേണ്ട, 2026 എന്ന് പറയുന്നത് അതും രാഹുലിൻ്റെത് തന്നെയാണ്. രാഹുൽ അങ്ങ് എടുക്കും. മനസ്സിലായില്ലേ? രാഹുൽ അങ്ങ് എടുക്കുമെന്ന് ഞാൻ പറയുന്നില്ല, അതിനേക്കാൾ നല്ലത് മറ്റൊരു വാക്കാണ്. പാലക്കാട്ടെ ജനം അത് രാഹുലിനെ അങ്ങ് കൊടുക്കും. അതല്ലേ ഏറ്റവും ആപ്റ്റായ വാക്ക് എന്ന് പറയുന്നത്. അപ്പോ പാലക്കാട്ട് രാഹുൽ വളരെ സജീവമാണ്. നമ്മള് ഈ വിവാദങ്ങളൊക്കെ ഉയർന്നപ്പോ ചില ആശങ്കകൾ നമ്മൾ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ, എസ്പെഷ്യലി രാഹുൽ മണ്ഡലത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ നമ്മുടെ മനസ്സുകളിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. പാലക്കാട്ടെ ജനം, കേരളം ഒന്നടങ്കം രാഹുലിനോടൊപ്പം നിന്നു. അപ്പോഴും ഒരു ആശങ്ക, രാഹുൽ പാലക്കാട് തിരിച്ചെത്തിയാല് ഈ പാലക്കാട്ടെ ജനം രാഹുലിനെ എങ്ങനെ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കകൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇന്നിപ്പോ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ, രാഹുലിന്റെ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ സജീവമാകുന്നത്. അയാളുടെ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ വളരെ സജീവമാകുന്നത് അങ്ങനെയാണ്. യാതൊരു വിധത്തിലുള്ള ഈ പറയുന്ന ആശങ്കകൾക്കും അടിസ്ഥാനമില്ല. അയാൾ വളരെ ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. എനിക്ക് ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾ, ഈ റോഡ് നിർമ്മാണം, ബാക്കിയുള്ളത് ഈ കണ്ണാടിയിലെ ഈ പറയുന്ന ടൗൺ ഹാള്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എനിക്ക് അതിനേക്കാളൊക്കെ കൂടുതൽ എൻ്റെ മനസ്സിന് തട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്മൈൽ ഭവന പദ്ധതി തന്നെയാണ്. കാരണം ഈ പറഞ്ഞ 1 മാസം അയാൾ മണ്ഡലത്തിൽ ഉണ്ടായില്ല, തുടക്കം കുറിച്ചിട്ട് 2 മാസമേ ആയുള്ളൂ. ഈ 2 മാസം കൊണ്ട് ഈ പറയുന്ന ഭവന പദ്ധതികളുടെ എണ്ണം 7 ഉയർത്താൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ വലിയ ഒരു പ്രയത്നം കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല കേട്ടോ, ഒരു തർക്കവും ഇല്ല. കാരണം ആ പ്രവർത്തനങ്ങള് അത് നടക്കണം, ഈ പറഞ്ഞ 20 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കണം എന്ന് അയാൾക്ക് അത്രയേറെ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ഈ പരിശ്രമങ്ങളൊന്നും വെറുതെ ആവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.
ഒരു തർക്കവും വേണ്ട. ഈ പരിശ്രമങ്ങൾ അയാളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാവും. അയാളുടെ തിരിച്ചുവരവ് അത് പാലക്കാട്ടെ ജനതയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഈ ഒരു വിവാദം രാഹുലിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തില്, അയാളുടെ ഈ രാഷ്ട്രീയ ജീവിതത്തില് ഈ വിവാദങ്ങൾ അയാൾക്കൊരു രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അയാൾക്ക് ഒന്നുകൂടി എനർജറ്റിക് ആവാൻ, ഒന്നുകൂടി ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ, അതുപോലെ തൻ്റെ ഈ പറയുന്ന ആഗ്രഹങ്ങളും തൻ്റെ പ്ലാനുകളും ഒക്കെ വളരെ പെട്ടെന്ന്, വളരെ ത്വരിതമായ രീതിയിൽ അത് പൂർത്തീകരിക്കുവാൻ അയാളെ ഇത്രയധികം പ്രചോദിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് ഈ വിവാദങ്ങളൊക്കെ മാറി എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് രാഹുലിന്റെ ഈ പ്രവർത്തന മികവ് നമ്മൾ പാലക്കാട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്.